സാർ, ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ആളുകൾ ക്യൂ നിന്ന് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യും. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ പോസ്റ്റൽ ബാലറ്റിലൂടെയാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പം ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ മന്ത്രി, CPM-ൻ്റെ മുതിർന്ന നേതാവ് പറയാണ്, ഞാൻ ഈ പറയുന്ന പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് വോട്ട് തിരുത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ ഇതറിയുന്ന ഇലക്ഷൻ കമ്മീഷൻ എനിക്കെതിരെ കേസെടുത്തോളൂ. എന്നിട്ട് 15% CPM-ൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ആയിരിക്കും ഈ പോസ്റ്റൽ വോട്ടുകൾ കിട്ടുന്നതെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം കാണിച്ചത്. അപ്പോൾ എത്രയോ വർഷം മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് ജി സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ ഇപ്പോഴും അത് കാലാകാലങ്ങളായി തുടർന്നു വരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? ഇത് ഒട്ടും അതിശയോക്തിയില്ല. ഇത് സുധാകരനിലൂടെ ഇത് വെളിക്ക് വന്നപ്പോഴാണ് നമുക്കൊക്കെ ഒരു ആശ്ചര്യം. കാരണം ഇത് CPM-ന് കള്ളവോട്ട് ചെയ്യാൻ സിസ്റ്റമാറ്റിക്കായ ഒരു വ്യവസ്ഥയും സംവിധാനവും ഉള്ളവരാണ്. എല്ലാ തിരഞ്ഞെടുപ്പിനും അവർ ഏറെക്കുറെ കള്ളവോട്ടുകൾ ചെയ്താണ് പല സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കള്ളവോട്ടിൻ്റെ ബലത്തിൽ ജയിച്ചു വന്ന് മുഖ്യമന്ത്രിയായവരും CPM-ലുണ്ട്. ആ കഥ ഞാൻ പിന്നാലെ പറയാം. സുധാകരൻ ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം 1989 ആലപ്പുഴ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ രഹസ്യം എന്ന നിലയിലാണ്. അപ്പോൾ അവിടെ KV ദേവദാസ് ആയിരുന്നു CPM-ൻ്റെ സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥി വക്കം പുരുഷോത്തമനായിരുന്നു. അപ്പോൾ വക്കം പുരുഷോത്തമൻ അവിടെ സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. CPM പല അടവുകളും പലപ്പോഴും പയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ KSKTയുടെ നേതാവ്, പിന്നെ അധ്യാപക സംഘടനയുടെ ഒരു സമുന്നതനായിരുന്നു KV ദേവദാസ്. KV ദേവദാസിന് സാമാന്യ ഉദ്യോഗസ്ഥന്മാരെല്ലാം 100% വോട്ട് ചെയ്യുമെന്നാണ് CPM-ൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊന്ന് പരിശോധിക്കണമല്ലോ. ഈ NGO യൂണിയനിൽപ്പെട്ട എല്ലാ ആളുകളും ഒന്നും CPM-കാരല്ല. സർവീസ് സംഘടന എന്ന നിലയിൽ അത് ശക്തിമത്തായതുകൊണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരും അംഗങ്ങളായി ചേരും. അപ്പോൾ അവരിൽ ചിലരുടെ വോട്ടിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. അതൊന്ന് പരിശോധിക്കുക കൂടെ ചെയ്യാം. അങ്ങനെ CPM-ന് അല്ലാതെ വീണ വോട്ട് വേണമെങ്കിൽ മാറ്റാം. ഇതായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെ ആലപ്പുഴയിൽ ആ ബാലറ്റ് വോട്ടുകളെല്ലാം പൊട്ടിച്ചു പരിശോധിച്ചപ്പോൾ ഇപ്പോൾ സുധാകരൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരം 15% വോട്ട് അവർ പ്രതീക്ഷിച്ചതുപോലെ പലരൊന്നും വീണിട്ടില്ല. എതിർ സ്ഥാനാർത്ഥിക്കാണ്, വക്കം പുരുഷോത്തമനാണ് വിളിക്കുന്നത്. അതിൽ ഒക്കെ മാനിപ്പുലേഷൻ നടത്തി അതൊക്കെ തിരിച്ച് LDF സ്ഥാനാർത്ഥിക്കാക്കി. എന്നിട്ടും അന്ന് 18,000 വോട്ടിനോ 20,000 വോട്ടിന് തോറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ വക്കം പുരുഷോത്തമന് അത്രയും വലിയ സ്വാധീനം ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ അവിടെ കള്ളവോട്ടിനുള്ള സംവിധാനം പാർട്ടിക്കുണ്ട്. നമ്മൾ തന്നെ ഈ ABC ചാനലിൽ കഴിഞ്ഞ വർഷം ഒരു ചർച്ച നടത്തിയില്ലേ, കോട്ടയത്തെ ഒരു DYFI മുൻ നേതാവ് എങ്ങനെയാണ് CPM-ൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഇലക്ഷനിലും കള്ളവോട്ട് ചെയ്യുന്നത്, അതിന് ആരെയൊക്കെയാണ് പരിശീലിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്, മഷി മായ്ക്കാനുള്ള സംവിധാനം എങ്ങനെ ഏർപ്പെടുത്തുന്നു, ആൾമാറാട്ടം നടത്തുന്നത്, വേഷമാറി ചെയ്യുന്നത്, മരിച്ചുപോയവരുടെ വോട്ട് ചെയ്യുന്നത്, ഗൾഫിൽ പോയവരുടെ വോട്ട് ചെയ്യുന്നത്, ജീവിച്ച് ഇരിക്കുന്നവർ പിന്നീട് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ വോട്ട് ചെയ്തു പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ വിചിത്രമായ അനുഭവങ്ങൾ നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനം CPM-ന് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അത് തെക്കും വടക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അസംബ്ലി തിരഞ്ഞെടുപ്പിന് മാത്രമല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിനും പാർട്ടി ഈ തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന വിധം മാനിപ്പുലേഷൻ പോളിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ആൾമാറാട്ടം നടത്തിയിട്ടുണ്ട്, കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. കള്ളവോട്ട് സംവിധാനം ഇത്ര ശതമാനം വോട്ട് കള്ളവോട്ടിലൂടെ വന്നാൽ അതുകൂടെ ചേർത്താൽ നമ്മൾ ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. അത് ആരംഭിക്കുന്നത് ഈ വോട്ടർ പട്ടിക തിരുത്തുന്ന സമയമുണ്ടല്ലോ, അവിടെ മുതൽ പാർട്ടി ഇലക്ഷൻ വർക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ സാധ്യത ഉള്ളവരുടെ വോട്ടുകൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ വോട്ടുകൾ, നമുക്ക് വീഴാത്ത എതിർ വോട്ടുകൾ, വിമത വോട്ടുകൾ, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കാല് വരാൻ സാധ്യതയുള്ളവരുടെ വോട്ടുകൾ, ഇതൊക്കെ അവർ കൃത്യമായി സ്റ്റഡി ചെയ്യും. ഓരോ വോട്ടിൻ്റെ പിന്നിലെയും മനഃശാസ്ത്രവും പ്രവർത്തനവും മനോഭാവവും അവർ നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷിച്ച് സാധ്യതയില്ലാത്ത ഒരു കാരണവശാലും നമുക്ക് വോട്ട് ചെയ്യാത്ത വിമതന്മാരുടെ വോട്ടുകൾ അവർ കൂട്ടത്തോടെ അവർക്കുള്ള ഔദ്യോഗിക സ്വാധീനം ഉപയോഗിച്ച് അവർ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. എൻ്റെ വോട്ട് നീക്കം ചെയ്തിട്ടുണ്ടല്ലോ.
തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് 2 തവണ വോട്ടില്ലാതെ പോയി. ആണല്ലേ? കാരണം അത് അന്ന് ഇരിക്കുന്ന ആളുകൾക്ക് ഇത് തങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള വോട്ടായതുകൊണ്ട് വേണമെങ്കിൽ അയാൾക്ക് വോട്ടില്ലാതാക്കാം. ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമ്മൾ അറിയുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യാമല്ലോ സാർ. ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും പോസ്റ്റ് വോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരും. ഇവർ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് ജില്ലകളിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കാർ വന്നിട്ട് ഇങ്ങടുത്ത് വന്നോ ഇങ്ങോട്ട്, അപ്പം മോൾ വിളിച്ച് പറഞ്ഞിട്ടില്ലേ, അല്ലെ മോൻ വിളിച്ച് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് മേടിച്ചോണ്ട് പോകുന്നു. അപ്പോൾ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നു എന്തോ ചെയ്യാനാ, കാരണം അത് പാർട്ടിക്കാർ വിളിച്ചോണ്ട്, കാരണം അവരവിടുത്തെ സർവീസ് സംഘടനയിൽ ഇവർക്ക് അനുകൂലമായിട്ടായിരിക്കും നിൽക്കുന്നത്, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളവോട്ട് സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് CPM ചെയ്യുന്നു. അപ്പോൾ ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ ജില്ലാ സെക്രട്ടറി CPMന്റെ ഒപ്പം മുൻ മന്ത്രി, സംസ്ഥാനത്തെ മുതിർന്ന നേതാവ്, ആ ജി സുധാകരൻ 10-25 വർഷം മുമ്പത്തെ ഒരു കാര്യം പറഞ്ഞാൽ ജി സുധാകരൻ മാറിയിട്ട് പിന്നെയും തെരഞ്ഞെടുപ്പ് സെക്രട്ടറിമാരായിട്ട് അല്ലെ ഈ തെരഞ്ഞെടുപ്പ് കൺവീനർമാരായിട്ട് വേറെ ആൾക്കാർ വരുമല്ലോ, അവർ പരമ്പരാഗതമായി ഇത് ചെയ്യുന്നു, അല്ലെ CPM ഇങ്ങനെയാണ് കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു തുറന്ന പറച്ചിൽ നമുക്കിതിനെ കണക്കാക്കിക്കൂടെ? തീർച്ചയായിട്ടും ഇത് അവർ ചെയ്യുന്ന വലിയ ഒരു ഭീകര അട്ടിമറിയുടെ ഒരു അംശം മാത്രമാണ്. സുധാകരൻ്റെ വഴി പറഞ്ഞ 15% മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ. ഇത് പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യത്തിലല്ല, എല്ലാ വോട്ടിൻ്റെ കാര്യത്തിലും ഈ അട്ടിമറി അവർ നടത്തിയിട്ടുണ്ട്. ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയും ജനാധിപത്യത്തിൽ തീരെ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ പ്രണേതാക്കളാണ്. അങ്ങനെയുള്ളവർ പിന്നെ എന്തിന് ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു? അത് അവർക്ക് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യമായതുകൊണ്ടും അതിൽ പരീക്ഷിക്കുകയാണ്. അപ്പോൾ പാർലമെൻ്ററി വ്യാമോഹമുള്ള നേതാക്കൾ എന്നാൽ പിന്നെ ഇങ്ങനെ മതി, ഇങ്ങനെയും വിപ്ലവം വരുത്താവോ നോക്കുകയല്ലേ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ എന്നാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തോട് കൂറ് എന്നാണ് അതിൽ വിശ്വാസം വന്നത്. ഈ ജനാധിപത്യ പരീക്ഷണത്തിൽ ഇടപെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാഴ്വേലയാണ്. അവർ മത്സരിച്ചത് ജയിക്കാനും ഭരിക്കാനും വേണ്ടിയല്ല. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചത്, അതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്, അതൊന്നും ജയിക്കാനും ഭരിക്കാനും വേണ്ടിയല്ല. പിന്നെയോ ഈ അവസരം പാർട്ടിയുടെ മെസ്സേജ് ജനങ്ങളിലെത്തിക്കാനുള്ള ഒരു സുവർണാവസരമായിട്ട് കരുതി അതിനെ പ്രൊപ്പഗൻഡ മെഷീനറി ആയിട്ടാണ് വോട്ടെടുപ്പിനെയും ജനാധിപത്യത്തെയും പാർട്ടി ആദ്യകാലത്ത് കണ്ടിട്ടുള്ളത്. യാദൃച്ഛികമായി ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ 57 അവർക്ക് ഓരോ ആളിൻ്റെ ഭൂരിപക്ഷം കിട്ടി. ഗവൺമെൻറ് ഉണ്ടാക്കാൻ നിർബന്ധിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്നത്തെ EMSൻ്റെ റേഡിയോ പ്രഭാഷണം, അന്ന് കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് റേഡിയോയിലൂടെയല്ലേ, ആകാശവാണിയിലെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഗവൺമെൻറ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതിയിൽ രൂപം കൊണ്ട ഗവൺമെൻറ് അല്ല, തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരികയല്ല ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നു, അതുകൊണ്ട് ഞങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ ജനങ്ങളോട്, അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അപ്പോഴേക്ക് 10 കൊല്ലമായി, പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നയം ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പറഞ്ഞത്. ആ തരത്തിലായിരുന്നു. എത്ര അപഹാസ്യമാണെന്ന് നോക്ക്. അത് EMSൻ്റെ റെക്കോർഡഡ് പ്രസംഗമാണ് ഇപ്പോഴും ആകാശവാണിയുടെ ആർക്കൈവ്സിലിരിപ്പുണ്ട്. ഒന്നാമത്തെ കേരള മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ റേഡിയോ പ്രഭാഷണം, തൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയം ജനങ്ങളോട് സംസാരിക്കുന്നു. ആ പ്രഭാഷണത്തിലുള്ള ഒരു വാചകമാണ് ഞാൻ ഈ കോട്ടിയത്, കോട്ടാണ്. ഇതാണ് രീതി. ഇങ്ങനെയുള്ള ജനാധിപത്യത്തോട് സമീപിക്കുന്ന CPM തെരഞ്ഞെടുപ്പ് കാലത്ത് കുറുക്കുമാർഗത്തിലൂടെ ആളുകളെ ജയിപ്പിച്ചെടുക്കാനും അധികാരത്തിൽ വരാനും ശ്രമിക്കും. ഇത് തെറ്റല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റല്ല. കാര്യം എന്താണ്? ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും. ആത്യന്തികമായി ഭരണം എന്ന ലക്ഷ്യമാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിൽ വരാൻ ഏത് കുതന്ത്രവും ആരെ വേണമെങ്കിലും കൊല്ലാം എന്നാണ് അതിൻ്റെ, അതല്ലേ എൻ്റെ ജസ്റ്റിഫൈസ് ദ മീൻ എന്ന് പറഞ്ഞാൽ അതല്ലേ അതിൻ്റെ അർത്ഥം. അതെ, ആ തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ജനാധിപത്യത്തിൻ്റെ മാലാഖമാരൊന്നും അല്ല ഇവർ, വെറുതെ പറയുകയാണ് ജനങ്ങളോട്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 1980കളുടെ ആരംഭത്തിൽ ഞാൻ കണ്ണൂർ ലേഖകനായിരുന്നു, കേരളകുന്തിയുടെ കണ്ണൂർ ലേഖകൻ. അന്ന് തൃക്കരിപ്പൂർ, അന്നത്തെ 87 തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ EK നായനാർ മത്സരിക്കുന്നു. അദ്ദേഹത്തെ എതിർക്കുന്നത് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസ് നേതാവാണ്.
അപ്പോൾ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ പ്രായണ കമ്മ്യൂണിസ്റ്റ് പിന്നെ യനാനാണ് യനാൻ. അവിടെ പിന്നെ മൊറാഴ പരിപാടിയൊക്കെ നടന്ന ഏരിയകളോട് നീലേശ്വരം, ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS മത്സരിച്ച് ജയിച്ചു വന്ന നീലേശ്വരം ഒക്കെ ഉൾപ്പെട്ടതാണ് പുതിയ തൃക്കരിപ്പൂർ അന്നത്തെ. അപ്പോൾ അവിടെ നയനാർ മത്സരിക്കുന്നു. പക്ഷെ കടുത്ത മത്സരം. ഞാൻ നയനാരുടെ ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ തന്നെ ഞാനും യാത്ര ചെയ്തു ഒരു ദിവസം മുഴുവൻ. അന്നത്തെ പൾസ്, ജനങ്ങളുടെ പൾസ് നോക്കിയപ്പോൾ നയനാർ വെള്ളം കുടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നയനാരോട് ഭയങ്കരമായ ഒരു വിരോധം CPMൻ്റെ വോട്ടർമാർക്കിടയിൽ പോലും ഉണ്ട്. സ്ത്രീകളൊക്കെ ഓടി വന്ന് നയനാരെ നാനാവശത്തു നിന്നും വയലിൽ നിന്നൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ വന്ന് കാണുന്നുണ്ട്. അവരോട് പറയുന്നത് നമുക്ക് ഇത്തിരി പരുങ്ങലാണ്, നിങ്ങളെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും വേണം എന്ന് നയനാർ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ബാക്കിൽ നിന്ന് കേൾക്കുകയല്ലേ. അപ്പോൾ എന്നിട്ട് അന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രസംഗത്തോടെ അവസാനിക്കുന്നത്. ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് IBയുടെ റിപ്പോർട്ട് നയനാർ 6000 വോട്ടിന് തോക്കുമെന്നാണ് തൃക്കരിപ്പൂരിൽ. അപ്പോൾ അത് പാർട്ടിക്ക് അതിനേക്കാളും കൃത്യമായ കണക്കുണ്ട്. വോട്ടെടുപ്പിൻ്റെ അന്ന് 5 മണിക്ക് പോളിംഗ് കഴിഞ്ഞ ഉടനെ തൃക്കരിപ്പൂരിൽ ഒരു കൊലപാതകം നടന്നു. ഒരു പോളിംഗ് ഏജൻറ്റ്, കോൺഗ്രസിൻ്റെ ഒരാൾ, കള്ളയോട്ട് അടിക്കടി വന്ന് കള്ളയോട്ട് ചെയ്യുന്നത് ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്തപ്പോൾ നിന്നെ പുറത്ത് വൈകിട്ട് കണ്ടോളാം എന്ന് CPMൻ്റെ ഏജൻറ്റുമാർ വെല്ലുവിളിച്ചു. അവൻ പുറത്തിറങ്ങി പോളിംഗ് എല്ലാം കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തി കുത്തിക്കൊന്നു, നടു റോഡിൽ കുത്തിക്കൊന്നു. അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ചീമേനിയിലെ CPM ഓഫീസിൽ കയറി കോൺഗ്രസ്സുകാർ ഇരച്ചിരുന്ന് രാത്രി പന്തം കുളിച്ച് ചെന്ന് 5 CPMകാരെ വെട്ടിക്കൊന്നത്. അതാണ് കുപ്രസിദ്ധമായ ചീമേനി കൂട്ടക്കൊല. 6 പേരാണ് മരിച്ചത്, ഒരു കോൺഗ്രസ്സുകാരനും 5 CPMകാരനും. നയനാർ എന്ന ആളിനെ കള്ളവോട്ട് പിടിച്ചതിൻ്റെ പ്രത്യാക്രമണവും പ്രതികരണവും ജീവൻ നഷ്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ കൃഷ്ണൻ നായരേക്കാൾ 6000 വോട്ട് നയനാർക്ക് കൂടുതൽ. ജയിച്ചു. നയനാർ ജയിച്ചു. എൻ്റെ അന്നത്തെ ഇലക്ഷൻ അനാലിസിസിൽ 87-ലെ നയനാർ ജയിച്ചാൽ അത്ഭുതം എന്നായിരുന്നു. അതേ റിപ്പോർട്ടാണ് കേരള ഗവർണറായിരുന്ന രാമചന്ദ്രൻ, അന്ന് രാമചന്ദ്രനാണ് ഗവർണർ, അതേ കൃത്യം ഞാൻ അവതരിപ്പിച്ച അതേ കൃത്യമായ ലോജിക്കും കണക്കുമായിരുന്നു ഗവർണർക്ക് കിട്ടിയ റിപ്പോർട്ട്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് PR വഴി എന്നെ അദ്ദേഹം വിളിച്ച് അഭിനന്ദിച്ചു. പക്ഷേ എഴുതിയതിനും എതിരായിട്ടാണ് ഫലം വന്നത്, കള്ളവോട്ടിൻ്റെ ഫലം. ആ തവണയാണ് നയനാർ മുഖ്യമന്ത്രിയായത്. 87-ൽ വീണ്ടും 2ാം തവണ അതാണ് മുഖ്യമന്ത്രിയായതല്ലേ. അപ്പോൾ ഇതാണ് CPMൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ചരിത്രം. ഇത്രയും ഒന്നും വെളിപ്പെടുത്തിയില്ലല്ലോ സുധാകരൻ. പറ്റുമെങ്കിൽ ഇതൊക്കെ ഈ കാര്യങ്ങൾ, വസ്തുതകൾ, പാർട്ടിയിലെ ഇന്നർ രഹസ്യങ്ങളാണ്. അറിയാവുന്നവരുണ്ടല്ലോ ഇപ്പോഴും, അവർ പറയട്ടെ. ഇതാണ് ജനാധിപത്യത്തോടുള്ള CPMൻ്റെ പ്രണയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.